So our next type is Selaginella. So first type Xylotum, second is Selaginella. 4 ടൈപ്പാണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് സിസ്റ്റമാറ്റിക് പൊസിഷൻ. ഇറ്റ് കംസ് അണ്ടർ ഡിവിഷൻ ലൈക്കോഫൈറ്റ, ക്ലാസ് ലിഗുലോപ്സിഡ ആൻഡ് ഓർഡർ സെലാജിനെല്ലൈസ്. ലിഗ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ഇറ്റ് കംസ് അണ്ടർ ലിഗുലോപ്സിഡ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് സ്മാൾ ക്ലബ് മോസ് ഓർ സ്പൈക്ക് മോസ്. സ്പൈക്ക് പോലത്തെ മോസ് ലൈക്ക് സ്ട്രക്ചറുള്ള ഒരു സ്പൈക്ക് മോസ് അല്ലെങ്കിൽ സ്മാൾ ക്ലബ് മോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ദർ ആർ അബൌട്ട് 700 സ്പീഷീസ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ഔട്ട് ഓഫ് 770 എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ out of 770 is in India, can be seen in India. So there are a lot of species under this genus. Among them, Selaginella lepidophylla is a sporophytic species, and common Indian species are Selaginella plana and Selaginella dikshiti. Again, this is very important because it is also an ornamental plant too. Okay, so now we are going to discuss about the structure of the sporophyte. The plant body here is known as sporophyte, which is diploid. Plant body is prostrate, creeping, sometimes they may be erect, and they may be annuals to perennial, etc. So this is the sporophytic plant body where you can see leaf, stem, and a specialized structure is there. This is known as rhizophore, and roots will be there. ഇവിടെ ഉണ്ടാവാം, ഇവിടെ ഉണ്ടാവാം റൂട്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റൂട്ട് എന്ന് പറയുന്നത് പ്രൈമറി റൂട്ട്സ് ആർ എഫിമറൽ വിച്ച് ആർ സൂൺ റീപ്ലേസ്ഡ് ബൈ അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ്. And creeping species, it arises from the point of dichotomy. ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് വരുന്ന ആ പോയിന്റിൽ നിന്നാണ് എന്ത് വരിക, നമ്മുടെ റൂട്ട് വരിക, ക്രീപ്പിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിലാണെങ്കിൽ. അപ്പോൾ ഞാനതിന് എല്ലാത്തിൻ്റെയും കൂടി റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിലാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. പോയിന്റ് ഓഫ് ഡൈക്കോട്ടമി എന്നാണ് ക്രീപ്പിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെച്ചെങ്കിൽ. ഞാൻ പറഞ്ഞു ഇതിൽ ഇറക്റ്റ് സ്പീഷ്യസ് ഉണ്ട്, ക്രീപ്പിംഗ് ഉണ്ട്. ക്രീപ്പിംഗ് ആണെങ്കിൽ point of dichotomy, from the point of dichotomy root arise ചെയ്യുന്നു. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്ട്രക്ചർ റൈസോഫോർ ആണ്. അതിൻ്റെ മുന്നേ ഞാൻ സ്റ്റെമ്മ് പറയാം. സ്റ്റെം എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ബോഡിയാണ്. ചിലപ്പോൾ ഇറക്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ക്രീപ്പിംഗ് ആയിരിക്കാം. ഹോമിയോഫില്ലം എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഷീസ് ഉണ്ട്. അഥവാ ആ പ്ലാന്റിനകത്തുള്ള ലീവ്സ്, ഓൾ ലീവ്സ് ആർ എലൈക്ക്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഹോമിയോഫില്ലം. അതിലാണെങ്കിൽ സ്റ്റെം വിൽ ബി ഇറക്റ്റ് ആൻഡ് സബ് ഇറക്റ്റ് ഇൻ ഹെറ്റിറോഫില്ലം. ഹെറ്റിറോഫില്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് 2 മോർഫോളജിക്കൽ ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറെൻറ്റ് ലീവ്സ് ഇൻ എ സിംഗിൾ സ്പീഷ്യസ്. അതിനെയാണ് ഹെറ്റിറോഫില്ലം എന്ന് പറയുക. ഇൻ ഹെറ്റിറോഫില്ലം ദ സ്റ്റെം സബ് ഇറക്റ്റ്, അത്ര ഇറക്റ്റ് അല്ലെങ്കിൽ സബ് ഇറക്റ്റ് ആണ്. Then you can see a specialized structure which at സ്റ്റെമ്മിൻ്റെ മുകളിൽ കാണാൻ പറ്റും. അതിൽ കാണാൻ പറ്റുന്ന സാധനത്തിന് പറയുന്ന പേരാണ് സ്ട്രോബൈലൈ. അഥവാ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ബിയർ ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് സ്ട്രോബൈലൈ എന്ന് പറയുക. ഇതിൻ്റെ പേരാണ് റൈസോഫോർ. പിന്നെ സ്റ്റെമ്മ് നിങ്ങൾക്കറിയാം, ലീഫ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ട്രക്ചർ നോക്കാം. സ്റ്റെമ്മിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു. റൈസോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അഥവാ റൂട്ട് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വിച്ച് അറൈസ് ഫ്രം ദ സ്റ്റെമ്മിൽ നിന്നും അറൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് റൈസോഫോർ എന്ന് പറയുന്നത്. വിച്ച് ഇസ് സിലിണ്ട്രിക്കൽ, അൺബ്രാഞ്ച്ഡ്. ഈ ഭാഗമാണ് ആക്ച്വലി സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള അൺബ്രാഞ്ച്ഡ് പോർഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ റെപ്രസെൻ്റ് ചെയ്ത സാധനങ്ങൾ ചില സ്പീഷ്യസിനകത്ത് റൈസോഫോറിൽ നിന്നും എന്താ റൈസ് ചെയ്യാറുണ്ട്, റൂട്ട് അറൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റൂട്ട് എന്ന് പറഞ്ഞിട്ട് പറയാൻ കാരണം കേട്ടോ. യൂഷ്വലി അത് അൺബ്രാഞ്ച്ഡ് ആണ്, പക്ഷെ ചില സമയത്ത് റൈസോഫോറിൽ നിന്നും റൂട്ട് അറൈസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത് ചില സ്പീഷ്യസിൽ. നോട്ട് ഇൻ ഓൾ സ്പീഷ്യസ്, ബട്ട്
in a few. Then it is colorless, leafless, does not bear leaf, arise from the dichotomy അഥവാ പോയിന്റ് ഓഫ് ഡൈക്കോട്ടമി എന്നാണ് റൈസോഫോറും അറൈസ് ചെയ്യാറ്. ദെൻ ഗ്രോസ് വെർട്ടിക്കലി അപ്വേർഡ്, ഗ്രോസ് വെർട്ടിക്കലി അപ്വേർഡ്, ഓക്കെ, ഗ്രോസ് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് വളരാറ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാനിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ പോയിന്റ് ഓഫ് ഡൈക്കോട്ടമി എന്നാണ് റൂട്ട് പറയാന്ന് പറഞ്ഞിട്ട് റൈസോഫോർ ആണ് പറഞ്ഞത് കേട്ടോ. റൂട്ട് അറൈസ് ചെയ്യുന്നതും പോയിന്റ് ഓഫ് ഡൈക്കോട്ടമി എന്നാവാം. ഓക്കെ, ചിലതിൽ റൈസോഫോറിൻ്റെ മുകളിൽ റൂട്ടും കാണാറുണ്ട്. സോ റൈസോഫോറിൻ്റെ ഇതൊരു പെക്യൂലിയർ സ്ട്രക്ചറാണ് സെലാജിനെല്ലയിൽ. ആസ് ദേ ആർ പെക്യൂലിയർ, ദർ മേ ബി ഇഷ്യൂസ് റിഗാർഡിംഗ് ദി ഒറിജിൻ ഓഫ് മോർഫോളജി ഓഫ് rhizophore. Here also there is some issue regarding their morphology. Some considered it as root and some as stem. Stem ആണ് root ആണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആസ് റൂട്ട് ആണെന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്, അഥവാ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ആണ് വളരുന്നത്, അഥവാ ടുവേർഡ്സ് ഇത് വെർട്ടിക്കലി അപ്വേർഡ് അല്ല കേട്ടോ, ഇത് താഴേക്ക് തന്നെയാണ് വളരുന്നത്. ഓക്കെ, പോസിറ്റീവ്ലി ജിയോട്രോഫിക് ആണ്, അഥവാ റൂട്ട് എങ്ങനെയാണോ വളരുന്നത് അതുപോലെ തന്നെയാണ് മോർഫോളജിക്കലി റൈസോഫോറും വളരുന്നത്. നെക്സ്റ്റ്, റൈസോഫോർ ഡസ് നോട്ട് ബിയർ റൂട്ട് ബിയർ ചെയ്യുന്നില്ല, അഥവാ ഇറ്റ് ഈസ് ഓൾറെഡി എ റൂട്ട്, അതുകൊണ്ട് അതിന് റൂട്ട് ബിയർ ചെയ്യുന്നില്ല. നമ്മളൊരു എക്സെപ്ഷണൽ കേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എല്ലാ സ്പീഷീസിനകത്തും അല്ല കേട്ടോ. ദെൻ അനാറ്റമിക്കലി ഇറ്റ് ഈസ് മോർ റിലേറ്റഡ് ടു റൂട്ടിൻ്റെ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ആണ് റൈസോഫോറിനും ഉള്ളത്. ആൻഡ് സംടൈംസ് യു ക്യാൻ സീ എ റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താ, റൂട്ടിൻ്റെ മുകളിലുള്ള ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ, ദർ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. സംടൈംസ് യു ക്യാൻ സീ എ റൂട്ട് ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ. സോ സം ഓഫ് ദ സയൻറ്റിസ്റ്റ്സ് കൺസിഡേർഡ് ദം ആസ് റൂട്ട് ആൻഡ് സം ആസ് സ്റ്റെം. ദെയർ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്, ദേ ആർ റൂട്ട് ഹെയർലെസ്, അഥവാ റൂട്ട് ഹെയർസ് ആർ ആബ്സെന്റ് ഇൻ റൈസോഫോർ. സോ റൂട്ട് ഹെയർ എന്ന് പറയുന്നത് റൂട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്, റൂട്ടിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഫീച്ചറാണ് റൂട്ട് ഹെയർസ്, ബട്ട് ഇറ്റ് ഈസ് ആബ്സെന്റ് ഇൻ റൈസോഫോർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റെം. ദെൻ റൂട്ട് അറൈസ് എക്സോജീനിയസ്ലി ആൻഡ് റൈസോഫോർ അറൈസ് എക്സോജീനിയസ്ലി ആൻഡ് റൂട്ട് അറൈസ് എൻഡോജീനിയസ്ലി. റൂട്ട് എന്ന് പറയുന്നത്, ഇഫ് യു ടേക്ക് ദി അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഫ്രം വേർ റൂട്ട് ഡെവലപ്പ്, അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ റൂട്ട് അറൈസ് ഫ്രം പെരിസൈക്കിൾ എന്നാണ് റൂട്ട് അറൈസ് ചെയ്യുക. ഓക്കെ, റൂട്ട് ഉണ്ടാവുന്നത് പെരിസൈക്കിൾ നിന്നാണെന്ന് പറയുന്നു. സോ പെരിസൈക്കിളിൽ നിന്ന് എന്ന് പറയുന്നത് അതൊരു ഇന്നർ ലെയറിൽ നിന്നാണ് ഉണ്ടാവണമെന്നാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത്. അഥവാ എൻഡോഡെർമിസും കഴിഞ്ഞിട്ട് ആണ് പെരിസൈക്കിൾ വരുന്നത്. അപ്പോൾ റൂട്ട് എൻഡോജീനസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് റൂട്ട് പെരിസൈക്കിൾ നിന്നാണ് വരുന്നത്, പക്ഷേ സ്റ്റെം എന്ന് പറയുന്നത് എക്സോജീനസ് ഒറിജിനാണ്. അപ്പോൾ റൈസോഫോർ എക്സോജീനസ് ഒറിജിൻ ആണെന്നാണ് ഇവർ പറയുന്നത്. ദെൻ ഡിവൈഡ്സ് ആൻഡ് ഗ്രോസ് ബൈ മീൻസ് ഓഫ് എ സിംഗിൾ മെരിസ്റ്റം. ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് സ്റ്റെം. ഒരൊറ്റ സിംഗിൾ മെരിസ്റ്റത്തിൽ നിന്നുമാണ് ഹോൾ സ്ട്രക്ചർ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് അവർ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയൊക്കെ ഇരുന്നാലും റൈസോഫോർ ഈസ് കൺസിഡേർഡ് ടു ബി എ റൂട്ട് വിച്ച് ഗീവ്സ് അഡീഷണൽ സപ്പോർട്ട് ടു പ്ലാന്റിന് അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് തന്നെയാണ് എന്തിനെ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, റൈസോഫോറിനെ കൺസിഡർ ചെയ്യുന്നത്. സോ റൈസോഫോർ കഴിഞ്ഞു, റൂട്ട് കഴിഞ്ഞു, സ്റ്റെം കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളതാണ് ലീഫ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ലീഫിൻ്റെ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഹോമിയോഫില്ലുണ്ട്, ഹെറ്ററോഫില്ലുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ലീവ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഡൈസ്റ്റീക്കസ് അറേഞ്ച്മെൻറ്റ്, ഇതിനെയാണ് ഡൈസ്റ്റീക്കസ് അറേഞ്ച്മെൻറ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദെൻ ഓർ മേ ബി സ്പൈറലായിട്ട് കാണാം, സിമ്പിളായിരിക്കും, വിത്തൗട്ട് എ സ്റ്റോക്ക് ആയിരിക്കും, ആൻഡ് ലിഗ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മളൊരു സിംഗിളായിട്ടുള്ള ഒരു ലീഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലീഫിൻ്റെ ഏറ്റവും ബേസിൽ ഇങ്ങനത്തെ ഒരു ടങ് ലൈക്ക് പ്രൊജക്ഷനുള്ള ഒരു സാധനം കാണാൻ പറ്റും. ടങ് ലൈക്ക് പ്രൊജക്ഷനുള്ള ഒരു സാധനം, ഈ സാധനത്തിനെയാണ് ലിഗ്യൂൾ എന്ന് പറയാം. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൻ്റെ അനാട്ടമിയൊക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ ഹോമിയോഫില്ലം സ്റ്റെം ഇറക്റ്റ് ആയിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലീഫ് ഐസോഫില്ലസ് എന്നായിരിക്കും. ഐസോഫില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ലീവ്സ് വിൽ ബി അലൈക്ക്, എല്ലാ ലീഫും ഒരുപോലെയായിരിക്കും. ദർ ഇസ് നോട്ട് മോർഫോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലീവ്സ്. സോ ഓൾ ലീവ്സ് വിൽ ബി അലൈക്ക്
The condition is known as isophilous. Example is Selaginella rupestris. Then comes the next genera under this based on their arrangement of leaf, that is heterophyllum. Hetero എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as the name indicates two, phylum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ two types of leaves. So stem is dorsiventral ആയിട്ടുള്ള ലീഫാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. ഈ അറേഞ്ച്മെന്റിനെയാണ് ഡൈസ്റ്റീക്കസ് അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഈ ഡൈസ്റ്റീക്കസ് അറേഞ്ച്മെന്റിൽ രണ്ട് ടൈപ്പ് ഓഫ് ലീഫ് ഉണ്ടാകും. ഒരു ഡോസൽ ലീഫും, ടോപ്പിൽ സ്റ്റെമ്മിന്റെ ഡോസൽ സൈഡിൽ കാണപ്പെടുന്ന ഡോസൽ ലീഫും വെൻട്രൽ സൈഡിൽ കാണപ്പെടുന്ന വെൻട്രൽ ലീഫും. ഡോസൽ ലീഫും വെൻട്രൽ ലീഫും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. വെൻട്രൽ ലീഫ് കമ്പാരിറ്റീവ്ലി ഡോസൽ ലീഫിനേക്കാളും വലുതായിരിക്കും. സോ ഇവിടെ ഈ ഒരു സാധനത്തിനെ നമ്മൾ ഇങ്ങനെ കടത്തി വെക്കുക. ഡോസൽ ലീഫ് ഉണ്ട്, സ്മോളർ ആയിട്ടുള്ള ഡോസൽ ലീഫ് ഉണ്ട്, താഴെ കാണപ്പെടുന്ന വെൻട്രൽ ലീഫുണ്ട്. ഈ വെൻട്രൽ ലീഫ്, താഴെ കാണപ്പെടുന്ന വെൻട്രൽ ലീഫ് അഥവാ സ്റ്റെമ്മിന്റെ താഴെ വെൻട്രൽ സൈഡിൽ കാണപ്പെടുന്ന വെൻട്രൽ ലീഫ് ചെറുതാണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡോസൽ ലീഫ് വലുതും താഴെ കാണുന്ന വെൻട്രൽ ലീഫ് ചെറുതുമായി കഴിഞ്ഞാൽ സൺലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഡോസൽ ലീഫ് വലുതായിട്ടുള്ള ആ ലീഫിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ? സൺലൈറ്റ് കിട്ടുള്ളൂ. വെൻട്രലിലുള്ള ലീഫ് ചെറുതായിരുന്നെങ്കിൽ അവർക്ക് എന്ത് കിട്ടൂല? സൺലൈറ്റ് കിട്ടൂല. ബട്ട് ദിസ് കണ്ടീഷൻ ഇസ് ലൈക്ക് ദിസ്. ഹിയർ ദ ഡോസൽ ലീഫ് വിൽ ബി സ്മോൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ്? വെൻട്രലിലുള്ള ലീഫ് വലുതാവാനുള്ള കാരണം എന്താ? ഡോസൽ ലീഫിനേക്കാളും മാക്സിമം സൺലൈറ്റ് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ്. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് ഡൈസ്റ്റീക്കസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻട്രൽ ലീഫ് വലുതാണ്. അപ്പോൾ വെൻട്രൽ ലീഫിനും ഡോസൽ ലീഫ് ചെറുതായത് കാരണം അവർക്ക് കുറച്ച് ഏരിയയിൽ സൺലൈറ്റ് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇവർക്കും കിട്ടും, അതേപോലെ തന്നെ ഇവർക്കും ഇഷ്ടം പോലെ കിട്ടും അല്ലേ? ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് ഡൈസ്റ്റീക്കസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്പോറോഫൈറ്റിക് മോർഫോളജി ഓഫ് സ്പോറോഫൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്.